നമുക്ക് ഇടുക്കിയിലേക്കാണ് പോകേണ്ടതല്ലേ ഇനി. അതായത് KSCB-യുടെ ഒരു പിടിവാശിയുടെ കഥയാണ്. അതായത് ഒരു വീടിൽ കറണ്ടില്ലാത്ത ദുരവസ്ഥ. 8 മാസം പ്രായമായ കുഞ്ഞ് അവിടെയുണ്ട്. ഏറ്റവും പുതിയ വാർത്തയാണ്. ഇടുക്കിയിൽ റാണിക്കോവിലിൽ 8 മാസത്തോളമായി വൈദ്യുതിയില്ലാത്ത ലയത്തിൽ കൈക്കുഞ്ഞുമായി കഴിയുകയാണ് ഒരമ്മ. വൈദ്യുതി കണക്ഷൻ നൽകണമെങ്കിൽ കുടിശ്ശിക അടച്ചു തീർക്കണം. കുടിശ്ശിക പൂർണ്ണമായും അടച്ചു തീർത്തു എന്നാണ് മുൻ താമസക്കാർ പറയുന്നത്. വെളിച്ചം ഇല്ലാത്ത ദുരവസ്ഥ, വെളിച്ചം നിഷേധിക്കപ്പെട്ട അമ്മയുടെ ആ വാക്കുകളിലേക്ക് ആദ്യം പോകാം. അതിനുശേഷം സുബിൻ തോമസിലേക്ക് വരാം. മഴയാ, നല്ല മഴയാ. നിങ്ങൾക്കറിയാലോ ഇടുക്കിയാണ്. അപ്പം ഒരു മേഖലയിൽ ഇങ്ങനെ കറണ്ട് ഇല്ലാതെ ഞങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ. രാത്രിയാകുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഒരു ബൾബ് കത്തിക്കാൻ വേണ്ടി തരും. അപ്പോൾ രാവിലെ ആകുമ്പോൾ അത് ഓഫ് ചെയ്യും. അത് സ്വാഭാവികമാണ്, നമുക്ക് അവരോട് പോയി ചോദിക്കാൻ പറ്റില്ല. പിന്നെ ചാർജർ ഇടാനാണെങ്കിലും ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടാണ് ചാർജർ ഇടുന്നത്. കുറേ പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ കറണ്ടില്ല, ഈ അവസ്ഥയാണ്, കറണ്ടില്ല. ഞങ്ങൾ പല പൊളിറ്റിക്കൽ പാർട്ടീസ് നേതാക്കന്മാരെ കണ്ട് അവരും പോയി ചോദിച്ചു. എത്രയാണെന്ന് വെച്ചാൽ സാർ ചോദിക്കുന്നത്, അവരും ചോദിച്ചു. ഓക്കെ, ഇത് നടപടിയാകും അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഞങ്ങളിപ്പോൾ നടപടിയാകും. വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പം ചെയ്യുന്നുണ്ട്. സുബിൻ, സത്യത്തിൽ പാടില്ലാത്ത ഒന്ന്, അതായത് 8 മാസം പ്രായമായ കുഞ്ഞ്, മുൻ താമസക്കാർ പറയുന്നത് കുടിശ്ശിക മുഴുവൻ അടച്ചു തീർത്തു എന്നാണ്. പിന്നെ എന്തിനാണ് ഈ അതായത് ഇപ്പോഴത്തെ താമസക്കാർക്ക് ഇതിൽ യാതൊരു റോളും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? എന്തോ ഒരു കഷ്ടപ്പാടാണ് എന്നാലോചിക്കണം. ഒരു കൈക്കുഞ്ഞുള്ളത് കൊണ്ട് അയൽവക്കക്കാരൊക്കെ ഒന്ന് സഹകരിക്കും. കാരണം ആ കുട്ടി കരയുമ്പോൾ വെളിച്ചം വേണ്ട സമയത്തൊക്കെ അത് ഉണ്ടാകുമായിരിക്കും. എങ്കിലും ഈ വീട്ടുകാരെ KSCB വല്ലാതെ വലയ്ക്കുന്നു. തീർച്ചയായും അത്തരത്തിലാണ്. KSCB-യും അതോടൊപ്പം തന്നെ എസ്റ്റേറ്റ് മാനേജ്മെന്റുമാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് റാണിക്കോവിൽ എസ്റ്റേറ്റിലെ തൊഴിലാളികളായ ബാലകൃഷ്ണന്റെയും പളനിയമ്മാളുടെയും കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ ഉള്ളത്. നമ്മളിപ്പോൾ കേട്ടത് പളനിയമ്മാളുടെ മകളുടെ വാക്കുകളാണ്. 8 മാസം മുമ്പാണ് അവർ പ്രസവ സംബന്ധമായ ആവശ്യത്തിനായി ഈ വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയം മുതൽ ഈ വീട്ടിൽ കറണ്ട് ഇല്ല. ഇപ്പോൾ കുഞ്ഞിന് 6 മാസം, കുഞ്ഞുണ്ടായി 6 മാസം കഴിയുന്നു. ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ, അതായത് ആ ഇരുട്ടുമുറിയിൽ തന്നെ കഴിയേണ്ട ഗതികേടിലാണ് ഈ കുടുംബമുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ നവംബറിൽ ഇവരുടെ ലയത്തിന് സമീപത്ത്, ആദ്യം താമസിച്ചിരുന്ന ലയത്തിന് സമീപത്ത് ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. തുടർന്ന് ഇവരെ ഈ ലയത്തിലേക്ക് മാറ്റി താമസിപ്പിക്കുകയായിരുന്നു. അന്നു മുതൽ ഈ ലയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ വീടിനുള്ളിൽ കറണ്ട് ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ KSCB അധികൃതരെ സമീപിച്ചു. എന്നാൽ ഈ കറണ്ട് വാടക കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക അടച്ചു തീർത്തെങ്കിൽ മാത്രമേ വൈദ്യുതി നൽകാൻ കഴിയൂ എന്നുള്ളൊരു വിശദീകരണമാണ് അല്ലെങ്കിൽ KSCB-യുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്ന് ഇവർ എസ്റ്റേറ്റ് മാനേജ്മെന്റിനെ സമീപിച്ചു. എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ കുടിശ്ശികയില്ല എന്ന് കാണിക്കുന്ന ഒരു ലെറ്റർ അത് KSCB-ക്ക് നൽകണം. ഇതുവരെ ആ ലെറ്റർ കിട്ടിയിട്ടില്ല എന്ന വാദമാണ് KSCB മുമ്പോട്ട് വയ്ക്കുന്നത്. എന്നാൽ ജീവനക്കാർ പറയുന്നത് മാനേജ്മെന്റുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ KSCB-ക്ക് ഈ കത്ത് ഉടൻ കൈമാറും എന്നുള്ളൊരു വിശദീകരണം ഈ ഉദ്യോഗസ്ഥരുടെ, ഈ എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. പക്ഷേ ഈ 8 മാസത്തിനിടയിൽ ഒരു തവണ പോലും ഈ ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഈ വീട്ടിൽ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ആ കുടുംബം എല്ലാ ദിവസവും അതിശക്തമായ ദിവസങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴയായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ വീട്ടിൽ മെഴുകുതിരി കത്തിച്ചാണ് ഈ കുഞ്ഞിനെ അവർ നോക്കിയിരുന്നത്. വൈദ്യുതി പലപ്പോഴും മഴ പെയ്യുമ്പോൾ ഈ മേഖലകളെല്ലാം തന്നെ വൈദ്യുതി ഇല്ലാതാകും. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നുള്ള വൈദ്യുതി കണക്ഷനും നഷ്ടമാകും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ ഈ കുടുംബം കടന്നു പോകുന്നു. പക്ഷേ നിരവധി തവണ പരാതി നൽകിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകേണ്ടതായുണ്ട്. ഈ തോട്ടം ഉടമ നിലവിൽ ഇവർക്ക് ഈ ലെറ്റർ നൽകിയെങ്കിൽ മാത്രമേ വൈദ്യുതി നൽകാൻ കഴിയൂ എന്ന പിടിവാശിയിലാണ് എന്തായാലും KSCB ഉള്ളത്. ഈ മാനുഷിക പരിഗണന വെച്ച് KSCB-ക്ക് ഇത് നൽകാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിലൊരു ലെറ്റർ കിട്ടിയെങ്കിൽ മാത്രമേ ഈ വൈദ്യുതി നൽകാൻ കഴിയൂ എന്ന ഒരു നിലപാടിൽ KSCB നിൽക്കുന്നു. എന്നാൽ ഈ ലെറ്റർ ഇതുവരെ നൽകാൻ തയ്യാറാകാതെ എസ്റ്റേറ്റ് മാനേജ്മെന്റ് നിൽക്കുന്നു. എന്താണ് ഇതിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ എസ്റ്റേറ്റ് മാനേജ്മെന്റിന് ഉണ്ടാകുന്ന ഒരു പ്രതികാര നടപടി എന്നുള്ളതാണ് എന്തായാലും മനസ്സിലാക്കാൻ കഴിയാത്തത്. നിലവിൽ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് ഇവരെ ഈ ലയത്തിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നത്. ഇതിനുശേഷം എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സഹായവും ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. വിഷയത്തിൽ അടിയന്തരമായി ഈ KSCB അധികൃതരും അതോടൊപ്പം തന്നെ എസ്റ്റേറ്റ് മാനേജ്മെന്റും അധികൃതരും അടിയന്തരമായി ഇടപെടണമെന്നൊരു ആവശ്യമാണ് ഈ കുടുംബം മുമ്പോട്ട് വയ്ക്കുന്നത്. ശരി സുബിൻ, എന്തായാലും ഈ KSCB-യുടെ
പിടിവാശിയിലല്ലേ? Yes, സുബിൻ ഈ വാർത്തയ്ക്ക് പിന്നാലെ നിൽക്കണം. കാരണം ഇതൊരു കുറച്ചൊരു ജീവിതം നൽകുന്ന ഒരു വേദനയുടെ വിഷയമാണ്. കാരണം KSEBയുടെ അനാസ്ഥ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും വരെ സുബിൻ ഈ വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ടാകണം. കാരണം എങ്കിലേ ഇത് പൂർണ്ണമാകൂ. ഒരു 8 മാസം പ്രായമായ കുഞ്ഞ് ഉൾപ്പെടുന്ന ഒരു വീട്ടിൽ കറണ്ടില്ലാതെ പോകുന്നു എന്നത് വേദനിപ്പിക്കുന്ന ഒന്നാണ്. ചൂട് പക്ഷേ അവിടെ ആയതുകൊണ്ട് അത് അധികം പ്രശ്നമാവില്ലായിരിക്കും. എങ്കിൽ പോലും ഈ വിഷയത്തിന് പിന്നാലെ നിൽക്കണം. ഒരു നടപടി എടുക്കുന്നതിൽ മുൻപന്തിയിൽ സുബിൻ തോമസ് തന്നെ ഉണ്ടാകണം. വിവരങ്ങൾ നൽകിയത് സുബിൻ തോമസാണ്.